ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ വാഗമണ്ണിലുള്ള ചാർലിക്കുളത്ത് വന്നേക്കോ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ വരുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. എനിക്കിപ്പോൾ ലൈക്കൊക്കെ കുറഞ്ഞു. ഞാൻ കാണിച്ചു തരാവേ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. പോയി കാണിച്ച് ഇവിടെ വരുന്നവരെ ലാമ്പൊക്കെ ഇട്ട് വരണം കേട്ടോ. തോട്ടപ്പുഴ നല്ല പോലെ ഉണ്ട്. ഞങ്ങളിപ്പോൾ അമ്മച്ചി കൂട്ടാരത്തിൽ പോയിട്ട് വരും. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അവിടെ കണ്ടൊരു കുളമുണ്ട്. അതായത് ഇവർ പറയുന്ന ചാർലിക്കും ചാർലിക്കും തമിഴ്നാട്ടുകാരാട്ടോ ഇവിടെ മിക്കവാറും. ഇവിടെ തമിഴ്നാട്ടിൽ ആളുമായിട്ട് ഞങ്ങൾ ചുമ്മാ സംസാരിച്ചുകൊണ്ട് നടക്കുക. ചള്ളയുണ്ട്. ഞാൻ പറഞ്ഞ സംഭവം കഴിഞ്ഞിട്ട് ഇതിലെ വരുന്നില്ല വണ്ടികൾ. ക്ലിയർ ചള്ള. അവിടെ വഴിയുണ്ട്. ചള്ളച്ചോട്ടില്ലേ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി കർക്കിടം കഴിഞ്ഞ ഉടനെ കെട്ടാൻ തുടങ്ങും. 9 ചെറിയ വീട്. അതെ, രണ്ട് ബെഡ്റൂം. അത്യാവശ്യം നടക്കാറുണ്ടല്ലേ. അത്യാവശ്യം നടക്കാറുണ്ട്. വണ്ടി കയറ്റി വിടത്തില്ല കേട്ടോ. അങ്ങോട്ടല്ല കേട്ടോ, നേരെയാണ്. ഒരു മിനി ശവക്കല്ലറ. ഇതവിടെ ശവക്കല്ലറ കേട്ടോ. ഇവിടുത്തെ മരം കണ്ടോ. അപ്പം ഇതെന്നാ മരമാ? ഒരു സ്പെഷ്യൽ മരം. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഫ്രൂട്ടും ഉണ്ട്. ചെറിയ എന്തോ ഒരു ഫ്രൂട്ട്. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. അവിടെ ആറോ വെള്ളച്ചാട്ടം പോലെ ചെറുത്. അങ്ങോട്ട് പോകണം. ഇതെന്നാലും അതിൻ്റെ അകത്ത് എന്താ ഫ്രൂട്ടും ഉണ്ടോ നോക്കി. ഇതിൻ്റെ ഇല നിൽക്കുക പോയി കിടക്കുന്നേ. നല്ല മരം അതിൻ്റെ ഇല. ഇതല്ലേ ചാർലിക്കുളം. ആരുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നായിരിക്കും അല്ലേ. ഇച്ചിരി വെള്ളം കണ്ടോ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ. നല്ല ആഴം ഉണ്ടായിരിക്കും അല്ലേ. ഇതാണ് ഇവിടെ കാണാനുള്ളത്. നല്ല പച്ച വെള്ളം, പച്ച കളർ. പുതിയ ഫോണിൻ്റെ ഫസ്റ്റ് ഷൂട്ടാട്ടോ ഇത്. X200 Pro. ഇവിടെ ആഴം നല്ല കുറവാണ്. ആഴം ഈ ലെവലിൽ തന്നെ അങ്ങനെ പോവാ. തെളിഞ്ഞ് കാണാം. ഞാൻ ഒരു ഗോപ്രോ വാങ്ങിക്കാൻ പോകാം. ഗോപ്രോ ആണെങ്കിൽ ഇതിൻ്റെ അടിവശമൊക്കെ എന്താ കൃത്യം നോക്കാം. ഈ മരത്തിൻ്റെ കൊണ്ടൊക്കെ കയറിയല്ലോ. കയറാൻ പറ്റുമോ? വേണ്ട, റിസ്ക് എടുക്കണ്ട. അങ്ങനെ വെള്ളത്തിൽ കൊണ്ട് ആരും ഡ്രസ്സില്ല. പിന്നീട് ഇപ്പുറത്ത് ഒരു കുളം ഉണ്ടായിരുന്നതാണ്. ഇതേ സെയിം, പക്ഷെ ഇതിന് നല്ല ആഴമുണ്ട് കേട്ടോ. നല്ല ആഴമുള്ളായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെയായി. ഇവിടുത്തെ നോക്കുവാണെങ്കിൽ സെയിം ലെവലിൽ തന്നെ അങ്ങനെ പോകാൻ തോന്നുന്നു. അഴിക്കുക. ഫോൺ വാട്ടർ പ്രൂഫ് അല്ല. വാട്ടർ പ്രൂഫാണ് 30,000. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറേ മീനെയൊക്കെ കാണാം. ഇതൊരു തവളക്കുഞ്ഞ്. മീനൊക്കെ ഒത്തിരി മീനുണ്ട്.
ശ്രദ്ധിച്ചു നോക്കിയേക്കുന്നത് ആമക്കുഞ്ഞൊക്കെ വാൽമാക്രി ആയിരുന്നു കേട്ടോ. ഇതിനകത്തപ്പോൾ വാൽമാക്രി ഉണ്ടല്ലേ. വെറുതെ തമ്മി വാൽമാക്രീനെ കണ്ട് വീരാന്ന് പറഞ്ഞു. ഞാനേക്ക് വാൽമാക്രി എന്ന് പറയുമ്പോൾ കിടന്ന് ചിരിക്കുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത്രയും നേരത്തിൽ ഭംഗിയില്ല. ഇവിടെ നിന്നിട്ട് ചട്ടം മുട്ടി ചാടിയാലോ. ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ ഇറങ്ങാം. റിസ്ക് ഓഫ് എക്സ്പോസ് വേണ്ട. എടി വേണ്ട വേണ്ട കുഞ്ഞത്തെ അടങ്ങിയിരുന്നു. അവള് വെള്ളം കുടിച്ചു. ഞാൻ അങ്ങോട്ട് എടുക്ക് നോക്കട്ടെ. പോയി അവിടെ കുറേ പേര് നിൽപ്പുണ്ട്. ഇതൊക്കെ സെയിം മഴ മതി ഇവിടെയൊക്കെ കൊണ്ട്. പക്ഷെ ഇവിടെ കയാക്കിങ് ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. ഒരു കയാക്ക് ഇവിടെയൊക്കെ നല്ല ആഴക്കുറവാണ്. എനിക്ക് തോന്നുന്നു സെയിം ആയിരിക്കും എന്ന്. ഫോട്ടോ കാരണം ഫോട്ടോ എപ്പോഴും ഉണ്ട്. വെള്ളമൊക്കെ കൊണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. അവിടെ കുറച്ച് വെള്ളമുണ്ട്. ഇതിന് പാടം പോലെ വളർന്നു വരികയാണ്. ചതുപ്പ് കാണാം, പറയാൻ പറ്റത്തില്ല. അവിടെ കുറേ പേരുണ്ട്. ഒരു ഗോപ്രോയ്ക്ക് എത്ര രൂപയാവുമെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് കേട്ടോ. ഞാൻ എന്നല്ലെങ്കിൽ GoPro 7 ബ്ലാക്ക് എടുക്കും, അല്ലെങ്കിൽ 8 പ്രോയോ വല്ലതും എടുക്കും. ഒന്ന് എത്തിൻ്റെ നിങ്ങളുടെ GoPro ഉണ്ടാണെങ്കിൽ ഒന്ന് റേറ്റൊക്കെ ഒന്ന് കമൻറ്റ് കേട്ടോ. വീഡിയോ അങ്ങനെ ആൾക്കാരും കാണത്തില്ല, എന്നാലും കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ കയ്യിലല്ലേ ഇതിരിക്കുന്നേ. അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെ ഒരു മരം കണ്ടോ? അങ്ങോട്ട് നല്ല ഒത്തിരി വഴിയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ആർച്ച് പോലെ ഒരു ഇതിങ്ങനെ ഒരു ആർച്ച് പോലെ ഇന്ന് രണ്ട് സൈഡിലും ആൾക്കാർ. നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നാൽ ഇറങ്ങാം, എക്സ്ട്രാ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നാലും ഇറങ്ങാം. ചെറിയ ഒഴുക്കോ തേര പോലെ അങ്ങോട്ട് അങ്ങനെ ആ സൈഡിലോട്ട് പോകുന്നുണ്ട്. വരാൻ പറ്റുന്നവർ വരാം കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ, തണുപ്പുണ്ട്. മീൻ നോക്കണമല്ലോ. ചൂണ്ടായിട്ട് വരാന്നൊരു ചൂണ്ടായിട്ട് കേട്ടോ. ഞാൻ ചൂണ്ട വാങ്ങിക്കാൻ ഓർത്താ, പിന്നെ ഓർത്ത് വേണ്ടെന്ന്. ഫസ്റ്റ് ടൈമല്ലേ വരുന്നുള്ളൂ. ചൂണ്ട ഉണ്ടാക്കാം, പക്ഷെ നൂലില്ല. നൂലുണ്ടായിരുന്നു കൊളുത്തില്ല, കുഴപ്പമൊന്നുമില്ല. പുഴുവില്ല, പുഴു ഇതില്ല. മണ്ണിര ഉണ്ടായിരുന്നു പിടിക്കാതെ. മഴ പെയ്യുന്നു പോവാണ്. തിരിച്ചു പോട്ടെ, നല്ല മഴയാകുന്നുണ്ട്. തന്നെ പൊടിഞ്ഞ് അവിടെ നിന്നോട്ടെ ഇങ്ങോട്ട് വരുന്നേ. പൊട്ടെ അല്ലെ കുളിച്ച് പോകാം. കടലോട്ട് കണ്ടറിയാം മഴയുടെ. മിക്കവാറും അവിടെ എത്തുമ്പോഴത്തേക്ക് മഴയത്ത് കുളിക്കാം. മഴ അരിച്ച് കയറി വരുന്നുണ്ട്. കണ്ണിലോട്ട് മഴ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ടുണ്ട്. ഇനി എത്ര വേണമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം. എൻ്റെ പേരൻസൊക്കെ ഓടി പോട്ടെ. മഴ നല്ല പോലെ അടിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റുവാണെങ്കിൽ കയറ്റാൻ, പക്ഷെ ഒരു കുഴപ്പമില്ല, വണ്ടിയൊക്കെ വരാം. റോഡൊക്കെ നല്ല റോഡ് തന്നെ. എന്നാന്നറിയില്ല, ഒരു വണ്ടിയൊക്കെ കയറ്റി വിടുന്നില്ല. ഓടിപ്പോട്ടെ.
വിലത്തിരക്ക് അങ്ങോട്ട് പോകും. അനിയത്തിയാണെങ്കിൽ എന്തോ കയറുമായിട്ട് പതുക്കെ പുറകെന്ന് വരുന്നുണ്ട്. നല്ല മഴ. എൻ്റെ ക്ലാസ് എനിക്ക് നനഞ്ഞിരിക്കുകയാണ്. എൻ്റെ ക്ലാസ് നിറച്ച് തന്നെ ഇപ്പോഴത്തെ നല്ല മഴയുടെ സൗണ്ട്. കൂടെ ഉള്ളു കേട്ടോ സമാധാനം. അയ്യോ നല്ല പെയ്യുക. മഴ പെയ്താൽ ഞങ്ങൾ പറക്കും. മഴയുടെ എഫക്റ്റ് കണ്ടോ ചള്ളല്. എണീറ്റ് പോകും. വീട്ടിൽ പോട്ടെ, മഴ കയറുന്നുണ്ടേ. എൻ്റെ ക്ലാസ് വീടിൻ്റെ വൈപ്പിലുള്ള സമയമായി. ഫോണിൻ്റെ ബാക്കിലും നിറച്ച് ഷാക്കല്ലാറ് എല്ലാതും സ്ഥലം. ഞാൻ വീഡിയോ എടുത്തെടുത്താന്ന് തോന്നുന്നു. ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ള് കയറും. ചള്ളാണ്ട് അടിയിലത്തെ ഇത് മാത്രമേ ഉള്ളൂ. മണ്ണിച്ചൊക്കെ നല്ല എന്നെ വിളിക്കുന്നു. ഞാൻ കയ്യിൽ നിന്ന് പോട്ടെ. വെയിലൊരു വണ്ടിയൊക്കെ വരുന്നുണ്ട്. അവിടെ മഴയായ ഇവിടെയൊക്കെ വെള്ളം കയറുമെന്ന് തോന്നുന്നു. നല്ല നനഞ്ഞ് കിടപ്പുണ്ട്. ചവിട്ടുമ്പോൾ നന ചില സ്ഥലത്തൊക്കെ ആടി വേഗം അനിയത്തിയാൾ പതുക്കെ വരും. അവരൊക്കെ അങ്ങ് എൻ്റെ പേരൻസ് സ്പിരിപ്പെട്ട് ഒരാളതെ അങ്ങെത്തി. അങ്ങതെ അത് കാണാതായി. അടുത്ത ആളെ പോണു. എൻ്റെ അനിയത്തി ആടി. ഇനിയായിരിക്കും വീട്ടിൽ പോയിട്ട് പണി. എന്തോരം ഇനി എല്ലാ വീഡിയോ എഡിറ്റ് ചെയ്തു എന്നാണ്. ഇതിപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് നിറച്ച് വീഡിയോ വെച്ചേക്കുക. നല്ല ഇതുണ്ട് കേട്ടോ മഴ. ഇനിയിപ്പം എഡിറ്റ് ചെയ്യണം വീട്ടിൽ പോയി. അതാണ് പണി. ഞാൻ ഇതിൻ്റെ മുമ്പ് കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്ത് തരണം. എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ യൂകട്ടിൽ എഡിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഡ്രാഫ്റ്റിൻ്റെ അകത്ത് നിറച്ച് ഇനി അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ കിടക്കുന്നത്. എല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കാണും. നിങ്ങൾ ഈ എല്ലാം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. ഇപ്പം നല്ല മഴയായി.